ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നെബുലൈസർ എങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെ ഒരുപോലെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡോക്ടർ ട്രസ്റ്റിൻ്റെ ഒരു കമ്പനിയുടെ നെബുലൈസർ മെഷീനാണ്. ഡോക്ടർ ട്രസ്റ്റിൻ്റെ നല്ല കമ്പനിയാണ്. അതിനകത്ത് നമുക്ക് ഒരു മാനുവൽ കിട്ടുന്നുണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതുപോലെ തന്നെ ഒരു ഗ്യാരണ്ടി കാർഡ്, മാസ്ക്, കംപ്രസർ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വേണം നോക്കൂ, കംപ്രസറാണ്. അതുപോലെ ഗ്യാരണ്ടി കാർഡുണ്ട്, അതിനകത്ത് 6 മന്ത് വാറണ്ടി പറയുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽസ് സ്റ്റെപ്പായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ മാനുവൽസിനകത്ത് തന്നെ പറയുന്നുണ്ട്. എല്ലാം ഡീപ്പായി തന്നെ അതിലുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ ഉണ്ട്. നമുക്കിത് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ് എയർ ഫിൽറ്റർ അവർ തന്നിരിക്കുന്നത്. 6 മാസമൊക്കെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഈ എയർ ഫിൽറ്റർ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ശ്വാസം മുട്ടിയുള്ള ചുമ, നല്ല ചുമ, രാത്രിയിലൊക്കെ കിടന്ന് നല്ലോണം ചുമയ്ക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് നെബുലൈസേഷൻ ചെയ്യുന്നത്. ഇതാണ് മെഡിസിൻ കപ്പ് അല്ലെങ്കിൽ മെഡിസിൻ ചേമ്പർ എന്ന് പറയും. ഇതിലോട്ടാണ് നമ്മൾ മരുന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ മാസ്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ മൗത്ത് പീസ് ഉണ്ട്. മൗത്ത് പീസും ഇതിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും, മരുന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മെഡിസിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ചെറുതായി തുമ്മലോ പനിയോ എങ്ങാനും വന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഡോക്ടർ നെബുലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മെഡിസിൻ ആഡ് ചെയ്തിട്ട് നെബുലൈസേഷൻ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ സാധാ സലൈൻ വാട്ടർ ഒഴിച്ച് നമുക്ക് നെബുലൈസർ ചെയ്യുക. മെഡിസിൻ ആഡ് ചെയ്യണമെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ യൂസ് ചെയ്യുക. ഇതുപോലെ മെഡിസിൻ ചേമ്പറുമായിട്ട് മൗത്ത് പീസ് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൗത്ത് പീസ് ഊരിയിട്ട് മാസ്കും ഇതുപോലെ ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കംപ്രസറിനകത്ത് ഒരു വയർ കാണും. ആ വയർ നമ്മൾ പ്ലഗുമായിട്ട് കണക്ട് ചെയ്യണം. ഇനി എയർ ട്യൂബിൻ്റെ ഒരു എൻഡ് ഉണ്ട്. ആ ഒരു എൻഡ് നമ്മൾ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടില്ലേ, ഒരു ഹോൾ കണ്ടില്ലേ, ആ ഹോൾ പോലുള്ള ഔട്ട്ലെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ എയർ ട്യൂബിന് അടുത്തൊരു എൻഡുണ്ട്. 2 എൻഡാണ് ഉള്ളത്. ആ അടുത്ത എൻഡ് നമ്മൾ മെഡിസിൻ കപ്പ്, മെഡിസിൻ കപ്പ് ഓർ മെഡിസിൻ ചേമ്പർ, അതിൻ്റെ അടിഭാഗവുമായി കണക്ട് ചെയ്യണം. അവിടെ ഒരു ട്യൂബ് പോലുണ്ട്, അതുമായി നമ്മൾ കണക്ട് ചെയ്യണം. ഇതാ കണ്ടില്ലേ, ഈ പിക്ചറിൽ കാണുന്ന പോലെ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് മെഡിസിൻ ചേമ്പറിൻ്റെ അറ്റവുമായി നമ്മൾ എയർ ട്യൂബിൻ്റെ ഒരറ്റം നമ്മൾ കണക്ട് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ മാസ്ക് നമ്മൾ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കേണ്ട, ഇച്ചിരി അകത്തി വെച്ച് കൊടുത്ത് നെബുലൈസേഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർക്ക് മൗത്ത് പീസ് യൂസ് ചെയ്യാം. പൊടിക്കുഞ്ഞുങ്ങൾക്ക് മൗത്ത് പീസ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതുപോലുള്ള മെഡിസിനാണ് നമ്മൾ നെബുലൈസേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു കിറ്റിൽ 5 എണ്ണം വീതമായിരിക്കും ഉള്ളത്. ഞാനിത് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ മെഡിസിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൂത്ത കുട്ടിക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ ഇളയ കുട്ടിക്ക് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന മെഡിസിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഏത് മെഡിസിനാണ് യൂസ് ചെയ്യേണ്ടത് അത് മാത്രമേ മേടിച്ച് ഉപയോഗിക്കാവൂ. അല്ലാതെ കാണുന്ന മെഡിസിൻസ് ഒന്നും മേടിച്ച് നമ്മൾ ഉപയോഗിക്കരുത്. അല്ലാതെ ആവി പിടിക്കണമെങ്കിൽ നമ്മൾ നോർമൽ സലൈൻ വാട്ടർ ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യണം. ഉപ്പുവെള്ളമല്ല, സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. നമ്മൾ ഗ്ലൂക്കോസ് നമ്മൾ കുത്തിയിടത്തില്ലേ, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കുത്തിയിടത്തില്ലേ ഗ്ലൂക്കോസ്, അത് മേടിക്കാൻ കിട്ടും. അതാണ് നമ്മൾ നോർമൽ സലൈൻ എന്ന് പറഞ്ഞാൽ. അത് യൂസ് ചെയ്തിട്ടാലും അത് ഒരളവുണ്ട്. ഇപ്പോൾ 3 ml അങ്ങനെ ഒരളവ് വെച്ച് നമ്മൾ അത് ഒഴിച്ചിട്ട് ആവി പിടിച്ചാലും മതി. ഏത് മെഡിസിൻ ആണെങ്കിലും അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്. മുതിർന്നവർക്കും വേറെ മെഡിസിൻ ആയിരിക്കും, കുഞ്ഞുങ്ങൾക്കും വേറെ മെഡിസിൻ ആയിരിക്കും. ഓരോ അസുഖത്തിനും ഓരോ മെഡിസിനാണ് യൂസ് ചെയ്യുന്നത്. മെഡിസിൻ ഒഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുക. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ആ ക്യാപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു 3-4 ഹോള് കാണാൻ പറ്റും. അത് അതിൻ്റെ എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആവി വരുന്നത് കുറച്ച് കൂടുതൽ അങ്ങനെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പ്ലഗിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുക. നെബുലൈസർ മെഷീൻ്റെ സ്വിച്ചും ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ മെഡിസിൻ ചേമ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൗത്ത് പീസിലൂടെ ആവി വരുന്നതായിട്ട്, എയർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലോണം ആവി വരുന്നുണ്ട്.
നമുക്ക് മൗത്ത് പീസ് മാറ്റിയിട്ട് മാസ്ക് കണക്ട് ചെയ്ത് നോക്കാം. മാസ്ക് കണക്ട് ചെയ്യുമ്പോഴും കണ്ടില്ലേ നല്ലോണം ആവി വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മാസ്കോ മൗത്ത് പീസോ ഏതെങ്കിലും യൂസ് ചെയ്ത് ആവി പിടിക്കാവുന്നതാണ്. ആവി പിടിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫായിരിക്കും. കഫം നല്ലോണം അയയും. നല്ല കഫമൊക്കെ ആകുമ്പോൾ ലങ്സ് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. അത് മാറി കഫം ലൂസായി അത് മൂക്കിൽ വായിക്കൂടെയോ അല്ലെങ്കിൽ കുട്ടികളത് വിഴുങ്ങുകയാണെങ്കിൽ അത് മോഷനിലൂടെയൊക്കെ പോവാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെബുലൈസേഷൻ. നെബുലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല. അത് നമ്മുടെ ലങ്സ് ശ്വാസക്കുഴൽ ചുരുങ്ങുന്നത് കൊണ്ടാണ്. അത് നെബുലൈസ് ചെയ്യുമ്പോൾ ശ്വാസക്കുഴൽ എന്ത് ചെയ്യും, വികസിക്കും. അപ്പം നമുക്ക് ഓക്സിജൻ ഫ്ലോ ഒന്നുകൂടെ നല്ല രീതിയിൽ നടക്കുകയും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. അങ്ങനെ കഫം ലൂസാവുകയും കുട്ടികൾക്ക് കഫം കുറേയൊക്കെ വായിക്കൂടെയും മൂക്കിലൂടെയൊക്കെ പോകാനും ഇത് സഹായിക്കുന്നതാണ്. അങ്ങനെ നമുക്കൊരു റിലീഫ് കിട്ടുന്നതാണ്. ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നല്ല, നമുക്കൊരു റിലീഫിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ കഫം നല്ല കഫമൊക്കെ ഉള്ളത് കുറച്ച് നമ്മുടെ ലങ്സ് ഒന്ന് വികസിച്ച് അതിലെ ഓക്സിജൻ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ ഫ്ലോ ഉണ്ടല്ലോ അത് കൂട്ടാൻ സഹായിക്കും. മെയിനായിട്ട് ശ്വാസം മുട്ടൽ മാറാനായിട്ട് കുട്ടികൾക്ക് നല്ല റിലീഫ് ഉണ്ടാവും. ഇതൊരു 10 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ആവി പിടിക്കണം. അതിന് തന്നെ നമ്മൾ കൈയെല്ലാം നല്ല വൃത്തിയോടെ കഴുകിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മെഡിസിൻ ഒഴിച്ച് കഴിഞ്ഞ് ചേമ്പർ നല്ലോണം വൃത്തിയാക്കണം. ഒരു ഇളം ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം കഴുകി നല്ലോണം തുടച്ച് നമ്മൾ അടുത്ത യൂസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് മാറ്റി വെക്കേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കൊടുക്കണം. താങ്ക്